ഈ ഷാഫിയെയും രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണക്ട് ചെയ്തുകൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നു അനാവശ്യമായി എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഇപ്പോൾ ഷാഫിയുടെ ഒരു പ്രശ്നം, ഷാഫി കൂടുന്നിടത്തൊക്കെ വലിയ ആൾ കൂടുന്നു, ആരവങ്ങൾ ഉണ്ടാകുന്നു. ശരിക്കും CPM ഷാഫിയെ ഭയക്കുന്നുണ്ടോ? ഷാഫി വരുമ്പോഴല്ല നിങ്ങൾ എന്ത് ഷാഫി, നിങ്ങൾക്കിത് ചോദിക്കാൻ കഴിയുന്നല്ലോ എന്നുള്ളതാണ് ഞാൻ ഭയപ്പെടുന്നത്. എങ്ങനെ ഇത് ചോദിക്കാൻ കഴിയും? എന്ത് ഷാഫി, ഏത് ഷാഫി? ഇത് ഷാഫി ആരാ? ഇത് ഷാഫി കുറച്ച് ആളെയും കൂട്ടി നടന്നാൽ ഇത്തരം കാര്യങ്ങളെയൊക്കെ മറച്ചു പിടിക്കാൻ കഴിയുമെന്നാണോ? ഇങ്ങനെയുള്ള കുറേ ആളെയും കൊണ്ട് നടന്നിട്ട് ആരവുണ്ടാക്കുക, ആരവുണ്ടാക്കിയിട്ട് ഞാൻ വലിയ നേതാവായി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യം പരിഹരിക്കാൻ കഴിയുന്നതാണോ? അതുകൊണ്ടൊന്ന് ഈ പ്രശ്നം പരിഹരിക്കൽ, ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് നിങ്ങളുടെ ദൃശ്യമാധ്യമങ്ങൾ എല്ലാ കാര്യം ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യവും ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് ഷാഫി ഞങ്ങളുടെ മുമ്പിൽ ആര്? ശരി, ഈ നേരത്തെ ഭരണവികസന നേട്ടങ്ങളൊക്കെ എണ്ണി പറഞ്ഞു ശ്രീ പി. സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ വിലയിരുത്തലാകുമോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്? ഞങ്ങളുടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിച്ചോളൂ. ഇനി നേട്ടമാണെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? ഭരണ നേട്ടമായി, ഞങ്ങൾ വലിയ വിജയം കൈവരിച്ചു, ഭരണ നേട്ടമായി. അതിന് നിങ്ങളെന്താ ഞങ്ങൾ തരിക? കോൺഗ്രസ് പിരിച്ചുവിടുമോ? UDF പിരിച്ചുവിടുമോ? അതില്ല, സെമി ഫൈനലിൽ നിങ്ങൾ വിജയിക്കും കൊണ്ട് ഈ ഗവൺമെൻറ് വളരെ ശക്തിപ്പെട്ടിരിക്കുന്നു, ഇനി ഞങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല എന്ന് പറഞ്ഞ് കോൺഗ്രസ് പിരിച്ചുവിടുമോ? അതല്ല, സെമി ഫൈനൽ ജയിക്കുമ്പോൾ സ്വാഭാവികമായും ഫൈനലിലേക്ക് പോകാൻ വലിയ ആത്മവിശ്വാസം കൈവരും അതോടുകൂടി. അത് ഫുട്ബോളിൽ, ഇത് ജനകീയ മത്സരമാണ്, ജനങ്ങളാണ്. ഫുട്ബോളിലൊക്കെ ബോൾ അടിച്ച് എങ്ങനെയെങ്കിലും അവധത്ത് കയറിയാൽ മതി. ഇത് ജനകീയ പോരാട്ടമാണ്, ജനങ്ങളുടെ പ്രശ്നങ്ങളാണ്. ജനകീയ മത്സരത്തിൽ ജനങ്ങളാണ് വിധികർത്താക്കൾ, അവർ വിധി പറയും. നിയമസഭാ ഇലക്ഷനാണ്, വീണ്ടും ഞങ്ങൾ അധികാരത്തിലേക്ക് വരും. ഇന്ന് 57 കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് തുടങ്ങി വെച്ച ഭൂപരിഷ്കരണം കേരളത്തെ മാറ്റിമറിച്ചു. തുടർന്ന് വിദ്യാഭ്യാസ രംഗം മാറ്റിമറിച്ചു, ആരോഗ്യം മെച്ചപ്പെട്ടു. പിണറായി ഗവൺമെൻറ് 10 വർഷക്കാലം കേരളത്തെ പുതിയ കേരളമാക്കി. ഇന്ന് പട്ടിണിയും ദാരിദ്ര്യവും ഇല്ലാത്തൊരു കേരളമായി. ഇന്ന് കേരളത്തിലെ ഒരു മലയാളിയും തെരുവിൽ കിടക്കുന്നില്ല, ഒരു മലയാളിയും പട്ടിണി കിടക്കുന്നില്ല. ഇനി ഒരാളും കേരളത്തിൽ പട്ടിണി കിടക്കേണ്ടി വരില്ല. അത്തരമൊരു കേരളം സൃഷ്ടിച്ച് ഇനിയും കേരളത്തിലെ ജനങ്ങളുടെ സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അതൊക്കെ നിർവഹിച്ചുകൊണ്ട് കേരളം ലോകത്തിലെ വികസിത രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് കേരളം കയറും.